കുറ്റിപ്പുറത്ത് ഇൻഷുറൻസ് തുകയ്ക്കായി വെറ്ററിനറി ഡോക്ടറുടെ ഒത്താശയോടെ കന്നുകാലികളെ കർഷകൻ കൊന്നൊടുക്കുന്നുവെന്ന വാർത്തയിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടി ഡോക്ടർമാരുടെ സംഘടന രംഗത്ത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ വിവിധ ചാനലുകളിലും ചില പത്രങ്ങളിലും വന്ന ഈ വാർത്തയിൽ മൃഗഡോക്ടർക്ക് പങ്കുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വെറ്ററിനറി ഡോക്ടർമാരുടെ സർവീസ് സംഘടനയായ കേരള ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുറ്റിപ്പുറത്തെ ആരോപണ വിധേയനായ കർഷകന്റെ ഉരുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വെറ്ററിനറി സർജൻ സ്ഥലം സന്ദർശിച്ചെങ്കിലും ജഡാവശിഷ്ടങ്ങൾ പുഴയിലൊഴുക്കാൻ സാധ്യതയുണ്ടെന്നത് കാരണം അനുയോജ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി അറിയിക്കുവാൻ ആവശ്യപ്പെട്ട് തിരികെ പോരുകയാണുണ്ടായതെന്ന് മൃഗഡോക്ടർ അറിയിച്ചു. ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്തും ക്ലെയിം അനുവദിക്കുന്ന സമയത്തും ഉരുവിന്റെ മൂല്യം നിശ്ചയിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ റിപ്പോർട്ടിന് പുറമെ വിദഗ്ധരുടെ പരിശോധനയുണ്ടാകുമെന്നും മൃഗഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. ആരോപണ വിധേയനായ ആൾ 2019-ലും 2021-ലും 2024-ലുമായി ആകെ 2 പശുക്കൾക്കാണ് ഡെത്ത് ക്ലെയിം അനുവദിച്ചിട്ടുള്ളതെന്നും വെറ്ററിനറി ഡോക്ടർ അറിയിച്ചു. പശുക്കളെ പട്ടിണി കെട്ടി കൊല്ലുകയോ ജലസ്രോതസ്സുകളിൽ പൊതുവിടങ്ങളിലും അവശിഷ്ടങ്ങൾ തള്ളുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ സേവനം നടത്തുന്ന ഉദ്യോഗസ്ഥരെ ഈ വിഷയത്തിൽ ബലിയാടാക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.